നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാം ഭാവം തരുന്ന ചില ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. പ്രഡിക്ഷൻ പറ്റുന്നില്ല എന്ന് പലരും പറയാറുണ്ടായിരുന്നു. എൻ്റെ ഈ അസ്ട്രോളജി പഠനകാലത്ത്, തുടക്കകാലത്ത് പലരുടെ അടുത്ത് പഠിക്കാൻ പോകുമ്പോഴും നമ്മളെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, കുറേ ശ്ലോകങ്ങൾ ചൊല്ലി പഠിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ എന്തെങ്കിലും സംശയം ചോദിക്കുകയോ അവരെങ്ങനെയാണ് ഈ ഫലം പറഞ്ഞത് എന്ന് ചോദിക്കുകയോ ചെയ്താൽ ഭൂരിപക്ഷം അസ്ട്രോളജേഴ്സും നമുക്കത് പറഞ്ഞു തരത്തില്ല. അല്ല, ആചാര്യന്മാരും പറഞ്ഞു തരത്തില്ല. എനിക്കങ്ങനെ പറഞ്ഞു തന്ന ചില ആൾക്കാരുണ്ട്. അതിനുശേഷം ഞാൻ അത് വെച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്തപ്പം അവരുടെ ഒരു വഴിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില സ്ഥിരഫലങ്ങൾ, നിങ്ങൾക്ക് ആൾക്കാരെ ഞെട്ടിക്കാവുന്ന, ആ ജാതകം കൃത്യമാണോ എന്നറിയാൻ പറ്റുന്ന ചില ഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ചില ഗ്രഹങ്ങൾ തരുന്ന ചില സൂചനകൾ, ഒരുപാട് സൂചനകളുണ്ട്. അത് പല വീഡിയോയിലായിട്ട് പറയാം. ഇവിടെ ഉറക്കം എന്ന് പറയുന്നൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഉറങ്ങാൻ എല്ലാ വ്യക്തികൾക്കും റെസ്റ്റ് അത്യാവശ്യമാണ്. അപ്പം 12ാം ഭാവം ഉറക്കസ്ഥാനവും കൂടിയ, ശയനസ്ഥാനം എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. ഒന്ന് സഹശയനവും വരും, കൂടെ ഒരാളിനോടൊപ്പം ശയിക്കുന്നതും വരും. അതേപോലെ തന്നെ നമ്മളുടെ ഉറക്കം, റെസ്റ്റും വരും 12ാം ഭാവം. അപ്പം ഇവിടെ ഞാൻ 12ാം ഭാവത്തെ രവി അല്ലെങ്കിൽ ഒരാളുടെ ജാതകത്തിൽ ഷഡ്ബലം എടുക്കുമ്പോഴും അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുമ്പം രവിക്കാണ് ബലം വേണ്ടത്, ബലമുള്ളത് എങ്കിൽ അയാൾക്കധികം ഉറക്കം വേണ്ട. ഒരു 12 മണിക്കൊക്കെ കിടന്നാലും അയാളൊരു 4-5 മണിയാകുമ്പോൾ എണീക്കും, വളരെ തൃപ്തമായിട്ട് ഉറങ്ങും. എന്നാൽ ചന്ദ്രനാണെന്നുണ്ടെങ്കിൽ, ചന്ദ്രനാണ് ജാതകത്തിൽ ബലം കൂടുന്നത് എങ്കിൽ ഉറക്കം നന്നായിട്ട് വേണം. 8-10 മണിക്കൂറൊക്കെ ഉറങ്ങിയാലും അവർക്കൊരു പ്രശ്നമേ ഇല്ല, അവർ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ഉറക്കത്തെക്കുറിച്ചൊക്കെയുള്ള ടെൻഷൻ കണ്ടിട്ടുണ്ടോ? അതായത് 8 മണിയായി, ഇനി 9 മണിക്ക് ആകുമ്പോഴത്തേക്ക് കിടക്കണം, എന്നാലും രാവിലെ 10 മണിക്ക് ഓഫീസിലെത്താൻ പറ്റത്തുള്ളൂ, അതിന് മുമ്പ് എഴുന്നേൽക്കണം, അതിന് മുമ്പ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, എന്നിട്ട് അപ്പോൾ എനിക്ക് ആകെപ്പാട് ഒരു 8 മണിക്കൂർ ഉറങ്ങാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൻ്റെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉറക്കത്തെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ ആവുന്നത് ഉറപ്പായിട്ടും ചന്ദ്രൻ്റെ ബലവും രവിക്ക് ബലക്കുറവുമുള്ള ആൾക്കാരാണ്. അപ്പോൾ ചന്ദ്രൻ 12 നിന്നാലും ഉറപ്പായിട്ടും ഉറക്കം കൂടും. പക്ഷേ ചില സമയത്ത് ഏതെങ്കിലുമൊക്കെ ടെൻഷൻ നിമിത്തം, ചന്ദ്രനൊരു സ്ഥിരതയില്ല, ഏതെങ്കിലുമൊക്കെ ടെൻഷനുകൾ നിമിത്തം ഉറക്കമേ നഷ്ടപ്പെടും. അതുപോലെ ചന്ദ്രൻ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു പ്ലാനറ്റാന്ന് പറഞ്ഞില്ലേ, വളരെ പെട്ടെന്നുള്ളൊരു പ്ലാനറ്റാന്ന് പറഞ്ഞില്ലേ. അപ്പം അതുകൊണ്ട് തന്നെ 4, 7, 10 എന്നീ ഭാവങ്ങളിൽ ചന്ദ്രൻ നിൽക്കുന്നവർക്ക്, ചന്ദ്രൻ ബലപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇവരെല്ലാം കടന്ന് ചെയ്യും, ഭയങ്കര സ്പീഡിൽ പല കാര്യങ്ങളും ഭയങ്കര രീതിയിൽ ചെയ്യും. പക്ഷെ പെട്ടെന്ന് ടയേർഡാവും, ക്ഷീണിക്കും, പെട്ടെന്ന് അവർക്കൊരു കെൽപ്പ് കുറയുന്ന പോലെ, ഒരു ബലം കുറയുന്ന പോലെ ഫീൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? ചന്ദ്രന് പെട്ടെന്ന് ബലക്ഷയം വരും. സ്പീഡ് കാണും, എല്ലാത്തിനും ആർത്തി കാണും, ആക്രാന്തം കാണും, പക്ഷെ പെട്ടെന്ന് ടയേർഡാവുന്ന ആളാണ് ചന്ദ്രന് ബലമുള്ളവർ കേട്ടോ. അതുപോലെ തന്നെ ശയനസ്ഥാനത്ത് 12ാം ഭാവത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാണ്ട് ഉറങ്ങും. ഇതൊന്ന് നിരീക്ഷിക്കണം കേട്ടോ. ഈ പറഞ്ഞത് രവിക്ക് ബലം കൂടിയാൽ, ജാതകത്തിൽ എവിടെ നിന്നാലും രവിക്ക് ബലം കൂടിയാൽ പൊതുവെ ഉറക്കം കുറവ് മതി. അതുപോലെ തന്നെ ചന്ദ്രന് ബലം കൂടിയാൽ ഉറക്കം കൂടുതൽ വേണം. അടുത്തത് ശുക്രൻ 12 നിന്നാൽ ഈ നമ്മൾ കുംഭകർണനെ പോലെയൊക്കെ ഉറങ്ങുക എന്ന് പറയത്തില്ലേ, ഭയങ്കരമായിട്ട് ഉറങ്ങണം. അവർക്ക് നല്ല രീതിയിൽ ഉറങ്ങണം, വല്ലാണ്ട് ഉറങ്ങും, രാത്രിയും പകലും എത്ര ഉറങ്ങിയാലും ഇവർക്കൊരു പ്രശ്നമില്ല. എവിടെയെങ്കിലുമൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാണ്ടല്ലോ, കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിൽ പോലും അവിടെ അവർ കിടന്ന് ഉറങ്ങിക്കോളും. അത് പെണ്ണായാലും ആണായാലും. അവരിപ്പോൾ ഒരാൾ ടെൻഷൻ അടിച്ച് നമ്മളൊരു കഥയൊക്കെ പറയാൻ ചെന്നാൽ പോലും അവരുറങ്ങും, അവർക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ചില ആൾക്കാർ ശുക്രൻ 12 ഉറങ്ങാതെയും കണ്ടിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ ഒരു നിരീക്ഷണമാണ്. അത് അവർക്കൊക്കെ പല സൈക്കാട്രിക് ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ചില മാനസിക സമ്മർദ്ദങ്ങൾ ആ കാലഘട്ടത്തിലുള്ളവരാണ് എന്നുള്ളതും കൂടി ഒരു നിരീക്ഷണമായിട്ട് പറയുന്നു കേട്ടോ. അതുപോലെ ചന്ദ്രൻ 12 ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കും, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആലോചിച്ച് വല്ലാണ്ട് വ്യാകുലപ്പെടും, സ്വന്തം കാര്യത്തിനേക്കാളും കൂടുതൽ മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ച് വല്ലാണ്ട് ദുഃഖിക്കും, ഭയങ്കര ടെൻഷനായിരിക്കും, ഭയങ്കര സങ്കടപ്പെടുന്നവരായിരിക്കും. അപ്പം കുറച്ച് എമ്പതി കൂടുതലായിരിക്കും മറ്റുള്ളവരോട്, അപ്പോൾ പെട്ടെന്ന് സങ്കടപ്പെടും. അപ്പോൾ ഇതൊക്കെ ചന്ദ്രൻ 12 നിന്നാലുള്ള ഫലം. അതുപോലെ തന്നെ രവി 12 നിന്നാൽ അതിൻ്റെ ദശ വരികയാണെങ്കിൽ, കേതു അല്ലെങ്കിൽ പാപഗ്രഹങ്ങളുടെ ദശയിൽ രവിയുടെ അപഹാരമൊക്കെ വരുവാണെങ്കിലും
കാലിനോ വിരലുകൾക്കോ ക്ഷതം വരുന്നത് കണ്ടിട്ടുണ്ട്. കാലിനോ വിരലുകൾക്കോ ഒക്കെ ക്ഷതം വന്നു വല്ല ഒടിവുകളോ മറ്റോ വരുന്നതും കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ശനി 12 നിന്നാലും. ശനി 12 നിന്നാൽ ജനിക്കുന്നവരൊക്കെ ചിലപ്പം അവരുടെ കാല് ചിലപ്പോൾ വല്ലാണ്ട് ഫ്ലാറ്റായിരിക്കും. അല്ലെങ്കിലും ഈ നമ്മുടെ കാലിലെ വിരലുകൾ ഈ 4-മത്തെയോ അല്ലെങ്കിൽ 3-മത്തെ വിരലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. ഒരു അളവ്, നമുക്ക് എല്ലാവർക്കും ഒരു അളവുണ്ടല്ലോ. തള്ളവിരൽ, അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വിരൽ, അതിൻ്റെ അടുത്ത വിരൽ, ഇങ്ങനെ കുഞ്ഞു വിരൽ വരെ പോകും. പക്ഷെ കുഞ്ഞു വിരലിനെക്കാട്ടിലും നീളക്കുറവുള്ള വിരലുകൾ ചിലപ്പോൾ അവർക്ക് വരാം. ഇതൊക്കെ ശനി 12 നിൽക്കുമ്പോഴാണ്. മനസ്സിലാവുന്നുണ്ടോ? രാഹു ആണ് 12 നിൽക്കുന്നത് എങ്കിൽ വേറെ കുറേ ഫലങ്ങളുണ്ട്. അത് ഞാൻ രാഹുവിനെ കുറിച്ച് വിശുദ്ധമായിട്ടൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് പ്ലാനറ്റാണ് രാഹു കേതുക്കളും അതുപോലെ തന്നെ വ്യാഴവും. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ വളരെ വിശാലമായിട്ട് ഞാൻ ഒരുപാട് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഇപ്പോൾ ഒരു ഒറ്റ ഫലം 12 നിൽക്കുകയാണെങ്കിൽ രാഹുവിൻ്റെ ദശയോ അപഹാരമോ നടക്കുന്ന സമയത്ത് ഇവർക്ക് കാലിലെ നഖങ്ങൾക്കോ അല്ലെങ്കിൽ അലർജറ്റിക് രോഗങ്ങളോ വരും. രാഹു 12 നിൽക്കുന്നവരുടെ മൂക്ക് എപ്പോഴും നനഞ്ഞിരിക്കും. എപ്പോഴും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. സൈനസൈറ്റിക് പ്രോബ്ലംസ് ഇവർക്ക് വിട്ടുമാറത്തില്ല. അലർജി പ്രോബ്ലംസ് വിട്ടുമാറത്തില്ല. അത് വിട്ടുമാറില്ല. പക്ഷേ അതിന് മരുന്ന് കഴിച്ച് ഒരു തടയിട്ട് കൊണ്ടുപോകാം എന്നുള്ളതേ ഉള്ളൂ 12 രാഹുക്കാർക്ക്. അതുപോലെ തന്നെ ഈ 12 രാഹു ഉള്ളവർക്കാണ് ഈ പൊടി, നമ്മൾ ഈ പറയത്തില്ലേ, ഈ ഡ്രഗ്സിൻ്റെയൊക്കെ യൂസേജ്, സൈക്കിഡെലിക്സിൻ്റെയൊക്കെ യൂസേജുകൾ, അത് ഈ പൊടി പോലത്തെ സാധനം വലിച്ചു കയറ്റുന്നത്, അല്ലെങ്കിൽ പണ്ടത്തെ ഉള്ള ആൾക്കാർ ഈ മൂക്കിപ്പൊടി എന്ന് പറയുന്ന സാധനം പോലുള്ള സാധനങ്ങൾ വലിച്ചു കയറ്റുന്നത്, അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് രാഹു ഈ ഡ്രഗ്സിൻ്റെ ആളും കൂടെ ആയതുകൊണ്ട് ഇതൊക്കെ വലിച്ചു കയറ്റി ആസ്വദിക്കുന്ന ഒരു രീതിയും ഇവർക്കുണ്ട്. അതുപോലെ രവിയുടെ കാര്യം മുമ്പേ പറഞ്ഞതുപോലെ ഈ കാലിനൊടിവുകളൊക്കെ വരാം. അല്ലെങ്കിൽ അത് നിമിത്തം ബെഡിൽ കിടന്നു പോകാനുള്ള സാധ്യതയുണ്ട് കുറച്ച് കാലമെങ്കിലും. അല്ല ഒടിഞ്ഞ്, അല്ലെങ്കിൽ പിന്നീട് അത് മാറാതെ ഒരു ക്ഷതം. അതുപോലെ തന്നെയാണ് ഈ ശനി 12 നിൽക്കുമ്പോൾ കാലിന് 2 കാലുകൾക്ക് തമ്മിൽ ഒരു നീളക്കുറവ്, അല്ലെങ്കിൽ പ്രതലം ഭയങ്കര, കാലിൻ്റെ ഇത് പത്തി ഭയങ്കര ഫ്ലാറ്റായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മുടന്ത് വരത്തക്ക രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ വരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ നിരീക്ഷണങ്ങൾ. കുറച്ച് ഫലം പറയാനുള്ളത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ജാതകത്തിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഉറപ്പായിട്ടും അത് കറക്റ്റായിട്ട് വരും കേട്ടോ. കറക്റ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലെ ദൃഷ്ടിയോ ആ നിൽക്കുന്ന നക്ഷത്രാധിപനെയോ ഒക്കെ ഒന്ന് നോക്കിക്കോണം, അംശകത്തിനെയൊക്കെ. പക്ഷെ പൊതുവിൽ വരാനാണ് സാധ്യത. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.